നമസ്കാരം. സൂത്രധാരൻ എന്ന പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നുള്ളത് കാഞ്ഞങ്ങാടിന്റെ ഹൃദയഭാഗമായ എക്സ്ട്രാ ഹൈപ്പർ മാർക്കറ്റിലാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ ഉള്ളിൽ ചെന്നിട്ട് എല്ലാവരെയും ഒന്ന് പരിചയപ്പെടാം. കൂട്ടത്തില് കുറച്ച് ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ച് അവർക്ക് കുറച്ച് കുട്ടി കുട്ടി സമ്മാനങ്ങളൊക്കെ കൊടുത്തിട്ട് നമുക്ക് തിരിച്ചു വരാം. ചേച്ചി സിറ്റി ചാനലിൽ നിന്നാണ് വരുന്നത്. അപ്പൊ സൂത്രധാരൻ എന്ന് പറഞ്ഞൊരു എപ്പിസോഡിന്റെ ഭാഗമായിട്ടാണ് വന്നത്. അപ്പൊ എന്താ ചേച്ചിയുടെ പേര്? ബീന. അപ്പൊ ഇങ്ങനെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞോ? തുടങ്ങിയതേ. ഒരു കുട്ടി കുസൃതി ചോദ്യങ്ങളൊക്കെ ചോദിക്കും. ശരി ഉത്തരം പറഞ്ഞാൽ ഒരു ചെറിയ സമ്മാനം കിട്ടും. എവിടുന്ന വരുന്നേ? ഒരു പാട്ടൊക്കെ പാടാൻ പറഞ്ഞ പാടുവോ? അറിയില്ല. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ലോകകപ്പ് ഒക്കെ അല്ലേ വരാൻ പോകുന്നേ. അപ്പൊ ഏറ്റവും തിരക്കുള്ള കളിക്കാരുള്ള ഫുട്ബോൾ കളിക്കാരുള്ള രാജ്യം ഏതാണ്? അറിയില്ല. ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ കിട്ടും. കൊറേ ആൾക്കാര് ആ ഒരു ടീമിന്റെ വലിയ ഫാനാണ്. നിങ്ങൾക്കറിയോ? അറിയില്ല. അറിയില്ല. എന്നുള്ളൊരു എപ്പിസോഡിന്റെ ഭാഗമായിട്ടാ വന്നേ. ചെറിയ കുസൃതി ചോദ്യങ്ങളൊക്കെ ചോദിക്കും. ഓക്കെ, എന്താ ചേച്ചിയുടെ പേര്? സുനീറ. എവിടുന്നാ വരുന്നേ? എന്താ പാട്ടൊക്കെ പാടാൻ പറഞ്ഞ ഒരു പാട്ടൊക്കെ പാടിത്തരും? ഓക്കെ. അപ്പൊ ലോകകപ്പ് ഒക്കെ അല്ലേ വരാൻ പോന്നേ. ഒരു ചെറിയൊരു കുസൃതി ചോദ്യം ചോദിക്കാം. ഉത്തരം പറഞ്ഞ സമ്മാനൊക്കെ ഉണ്ട്. അപ്പൊ ഏറ്റവും തിരക്കുള്ള ഫുട്ബോൾ കളിക്കാനുള്ള രാജ്യം ഏതാണ്? അറിയോ? ബ്രസീലല്ല. ആരുടെ ഫാനാ നിങ്ങള്? അർജന്റീനയാണ്. റൈറ്റ് ആൻസർ ആണ് അർജന്റീന. ഒരു സമ്മാനം തരട്ടെ? ഓക്കെ, കൺഗ്രാറ്റുലേഷൻസ്. ഇപ്പൊ സമ്മാനമൊക്കെ കിട്ടിയല്ലോ. ഒരു പാട്ട് പാടോ? പാടിക്കോ? അല്ല, അറിയില്ല. പാടില്ല. ഇല്ല, കുഴപ്പമില്ല, പാടിക്കോ. മാണിക്ക മലരായ ദേവി കഴിഞ്ഞോ? ഓക്കെ, താങ്ക് യു. എന്താ പേര്? ജസ. താങ്ക് യു. എന്താ ചേച്ചിയുടെ പേര്? അപ്പൊ എന്താ വർക്ക് ചെയ്യാണോ? ഓക്കെ. ഇപ്പൊ എവിടെയാ സ്ഥലം? എവിടെയാ? മോളുണ്ടായിരുന്നോ കൂടെ? ഓക്കെ. ഇപ്പൊ ഒരു കുസൃതി ചോദ്യത്തിന്റെ ഭാഗമായിട്ടാ വന്നേ. ചെറിയൊരു ചോദ്യം ചോദിക്കാം. ഏറ്റവും കൂടുതൽ മഴയുള്ള രാജ്യം ഏതാണ്? ഒന്ന് ചിന്തിച്ചാ കിട്ടും. ആ രാജ്യത്തിന്റെ പേര് തന്നെ ഉണ്ട്. കുറച്ചും കൂടി വെച്ച് ആലോചിച്ച് നോക്കും. പെട്ടെന്ന് കിട്ടും. ചെറിയൊരു ക്ലൂ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ആ പേരിന്റെ അവസാനം തന്നെ ഉണ്ട്. അതായത് മഴയുടെ വേറൊരു അർത്ഥം. കിട്ടുന്നില്ല? ഓക്കെ. ചേച്ചി, ഞാൻ സിറ്റി ചാനലിനാണ് വരുന്നത്. അപ്പൊ സൂത്രധാരൻ എന്നുള്ളൊരു എപ്പിസോഡിന്റെ ഭാഗമായിട്ടാ വന്നേ. അപ്പൊ എന്താ ചേച്ചിയുടെ പേര്? ഉഷ. ഉഷ മോളാണ് ഇത്. എന്താ പേര്? ശിഖ. ഓക്കെ ഓക്കെ. എവിടെ പഠിക്കുന്നേ? ചെമ്മനാട് പറയാനാട്. ഓക്കെ. പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞോ ചേച്ചി? കഴിഞ്ഞിട്ടാ. ഇപ്പൊ വർക്ക് ചെയ്യാണോ ചേച്ചി? ആണോ? ഓക്കെ. അപ്പൊ ഒരു കുസൃതി ചോദ്യത്തിന്റെ ഭാഗമായിട്ടാ വന്നേ. ഒരു കുട്ടി ചോദ്യം ചോദിക്കാം. ഓക്കെ. അപ്പോ ഏറ്റവും കൂടുതൽ മഴയുള്ള രാജ്യം ഏതാണ്? നമുക്കറിയോ? ഒന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്ക്. അറിയില്ല? അല്ലല്ല, രാജ്യ. അറിയില്ല. ചെറിയ ക്ലൂ തരാണെങ്കിൽ അതിന്റെ ആൻസർ മഴ എന്ന് പറഞ്ഞതിന്റെ ആൻസർ ആ രാജ്യത്തിലുണ്ട്. അതെ, ചെറിയൊരു രാജ്യ. അറിയോ? ഒന്ന് ചിന്തിച്ചു. അറിയില്ല? ഓക്കെ. ഹലോ ചേച്ചി, ഞാൻ സിറ്റി ചാനലിലാണ് വരുന്നത്. ചേച്ചി, സൂത്രധാരൻ എന്നുള്ളൊരു എപ്പിസോഡിന്റെ ഭാഗമായിട്ടാ വരുന്നത്. അപ്പൊ എന്താ ചേച്ചിയുടെ പേര്? സ്നേഹ. സ്നേഹ എവിടുന്നാ വരുന്നത്? തെല്ലിക്കാട്. പർച്ചേസ് കഴിഞ്ഞോ? അത് തുടങ്ങിയതേ ഉള്ളൂ? വന്നതേ ഇല്ല ഇപ്പൊ.
ഓക്കെ, ഇവിടുന്നാണോ എപ്പോഴും വാങ്ങാറ്? ആ വരാറുണ്ട്. അപ്പൊ ഒരു ചെറിയൊരു കുസൃതി ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയോ? ഓക്കെ, ഒരു ചെറിയ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ലോകം മുഴുവൻ ചുറ്റും, പക്ഷെ അവസാനം ഒരു മൂലയിൽ മാത്രം ഇരിക്കും. ലോകം മുഴുവൻ ചുറ്റും. ഓപ്ഷൻസ് ഉണ്ടാവും? ഓപ്ഷൻസിൽ ഒരു ചെറിയ ക്ലൂ തരാം. പണ്ട് ഇത് ഭയങ്കര ആവശ്യമായിരുന്നു, പക്ഷെ ഇപ്പോൾ ആവശ്യമുണ്ട്, പക്ഷെ എന്നാലും ഒരു ചെറിയ സൈഡായിട്ടുണ്ടാവും. ചൂലല്ല, ഇപ്പൊ പറയുകയാണെങ്കിൽ നമ്മൾക്ക് ഏറ്റവും അധികം ആവശ്യമുള്ള ഒരു സാധനമല്ല, പക്ഷെ എന്നാലും വല്ലപ്പോഴൊക്കെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. ഐഡിയ ഇല്ല. ഓക്കെ, എസ് എന്നാണ് തുടങ്ങുക, പിയിൽ അവസാനിക്കും. എസ് എന്ന് തുടങ്ങും, പിയിൽ അവസാനിക്കും. ലോകം മുഴുവൻ ചുറ്റും, പക്ഷെ അവസാനം ഒരു മൂലയിൽ മാത്രം ഇരിക്കും. ഇംഗ്ലീഷ് വേർഡാ? ആ, ഇംഗ്ലീഷ് മലയാളം എല്ലാത്തിനും ഒന്നായിട്ടാണ് പറയാം. 3 എസും തന്നു, പിയും തന്നു, നടുവിൽ ഇനി 3 അക്ഷരേ ബാക്കിയുള്ളൂ. ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല, മൈക്കെല്ലാം വന്നു. ഇല്ല, സമയമുണ്ട്, ചിന്തിച്ചോ. പറഞ്ഞൊരു നല്ല ഗിഫ്റ്റ് കിട്ടും. ഓക്കെ, ക്ലൂ ഒക്കെ ചോദിച്ചാൽ ആൾക്കാർ വിളിക്കണം. ലോകം മുഴുവൻ ചുറ്റും ഒരു മൂലയിലിരിക്കും. ലോകം മുഴുവൻ ചുറ്റും ഒരു മൂലയിലിരിക്കും. വിളിച്ചോളൂ. വാ വാ വാ. എന്താ? അല്ല, ഇപ്പൊ ആരും ഉപയോഗിക്കുന്നില്ല, പണ്ടാണ് ഉപയോഗിക്കുന്നത്. ചൂലല്ല. ചേച്ചിയുടെ പേരെന്താ? നീതു. കാറ്റല്ല. എസിൽ തുടങ്ങും, പിയിൽ അവസാനിക്കും. 3 ലെറ്റർ നടുവിലുണ്ട്. പണ്ട് ഭയങ്കര ഉപകാരമായിരുന്നു, ഇപ്പോഴും ഉപകാരമുള്ളവരുണ്ട്, പക്ഷെ നമുക്കൊക്കെ അത്ര. അല്ലല്ല, എസിൽ സ്റ്റാർട്ട് ചെയ്യും, പിയിൽ അവസാനിക്കും, നടുവിൽ 3 അക്ഷരേ ബാക്കിയുള്ളൂ. മലയാളത്തിൽ വേറെ വാക്യം ഉണ്ടാവും, പക്ഷെ ഇംഗ്ലീഷിലാണ് ഏറ്റവും അധികം ഉപയോഗിക്കാറ്. അറിയില്ല. നോക്കറിയോ? എന്താ പേര്? എവിടെയാ പഠിക്കുന്നേ? ഉത്തരം അറിയില്ല. സിറ്റി ചാനലിനാ വരുന്നത്. ഒരു സൂത്രധാരൻ എന്നുള്ള ഒരു എപ്പിസോഡിന്റെ ഭാഗമായിട്ടാ വന്നേ. ഇപ്പൊ എന്താ ചേട്ടന്റെ പേര്? അജയൻ. ഇപ്പൊ എവിടുന്നാ വരുന്നേ? വർക്ക് ചെയ്യാണോ? എപ്പോഴും ഇവിടുന്നാണോ പർച്ചേസ് ചെയ്യാറ്? ഒരു കുസൃതി ചോദ്യത്തിന്റെ ഭാഗമായിട്ടാ വന്നേ. ചോദിച്ചോട്ടെ? ഓക്കെ, ലോകം മുഴുവൻ ചുറ്റും, പക്ഷെ ഒരു മൂലയിൽ തന്നെ അവസാനം ഇരിക്കും. ക്ലോക്ക് അല്ല. പണ്ട് ക്ലൂ തരാണെങ്കിൽ പണ്ട് നല്ല രീതിക്ക് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ ഉപയോഗിക്കും, പക്ഷെ ഡെയിലി ആരും അങ്ങനെ ഉപയോഗിക്കാറില്ല. അറിയില്ല. ഒന്ന് പിന്നെയും തരുവാണെങ്കിൽ എസ് എന്നാ തുടങ്ങും, പി എന്ന് അവസാനിക്കും. 3 അക്ഷരേ ഉള്ളൂ ഫില്ല് ചെയ്യാൻ വേണ്ടിട്ട്. എസ് എന്ന് തുടങ്ങി പിയിൽ അവസാനിക്കും. അറിയില്ല. ഹലോ, ഞാൻ സിറ്റി ചാനലിനാണ് വരുന്നത്. ഇപ്പൊ സൂത്രധാരൻ എന്നുള്ള ഒരു എപ്പിസോഡിന്റെ ഭാഗമായിട്ടാ വന്നത്. എന്താ പേര്? അഭിന. എന്താ ചെയ്യുന്നേ? പഠിക്കുന്നു. എവിടെയാ പഠിക്കുന്നേ? അതാരാ? അമ്മയും അനിയത്തി. എന്താ പേര്? പഠിക്കാണോ? ഓക്കെ, എപ്പോഴും ഇവിടെ തന്നെയാണോ വന്നിട്ട് പർച്ചേസ് ചെയ്യാ? ഓക്കെ, ഒരു കുസൃതി ചോദ്യത്തിന്റെ ഭാഗമായിട്ടാ വന്നേ. ഒരു ചെറിയ കുസൃതി ചോദ്യം ചോദിക്കാം, ആൻസർ പറഞ്ഞാൽ സമ്മാനം ഉണ്ട് കേട്ടോ. അപ്പൊ ഏത് മാസത്തിലാണ് 28 ഉള്ളത്? ഫെബ്രുവരിയോ? ഓക്കെ, കറക്റ്റ് ആൻസർ ആണ് കേട്ടോ. സമ്മാനം തരുന്നതിന് മുന്നേ ഒരു പാട്ട് പാടാൻ പറഞ്ഞ പാടോ? അറിയില്ല. അമ്മ പാടോ? എന്താ പേര്? വർക്ക് ആണോ? ഓക്കെ, കൺഗ്രാജുലേഷൻസ്. ഞാൻ സിറ്റി ചാനലിനാണ് വരുന്നത്. സൂത്രധാരൻ എന്നുള്ള ഒരു എപ്പിസോഡിന്റെ ഭാഗമായിട്ടാ വന്നേ. എന്താ ചേച്ചിയുടെ പേര്? വർക്ക് ആണോ ചേച്ചി? മോനാണോ? എന്താ പേര്? പഠിക്കാണോ? ഓക്കെ, പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞോ അതോ തുടങ്ങിയതേ ഉള്ളോ? എപ്പോഴും ഇവിടെ ആണോ വരാറ്? ഒരു ചെറിയൊരു കുസൃതി ചോദ്യം ചോദിക്കാനാ വന്നേ. അപ്പോ തവളയുടെ മുമ്പിലും കഴുതയുടെ പിന്നിലുള്ള
ഒരു അക്ഷരം ഏതാ? ആ അതിൽ തന്നെ ഉണ്ട് ആൻസർ. രോഹിത്തിന് പറയാൻ പറ്റുമോ? മുമ്പിലും കഴുതയുടെ പിന്നിലും ഉള്ളത് എന്ത്? എന്താ? കറക്റ്റ് ആൻസർ ആണ്. എക്സ്ട്രാ ഹൈപ്പർ മാർക്കിന്റെ ഒരു ചെറിയ സമ്മാനം ഉണ്ട്. കൺഗ്രാറ്റുലേഷൻസ്. ഹലോ ചേച്ചി, ഞാൻ സിറ്റി ചാനലിനാണ് വരുന്നത്. അപ്പൊ സൂത്രധാരൻ എന്നുള്ളൊരു എപ്പിസോഡിന്റെ ഭാഗമായിട്ടാണ് വന്നത്. എന്താ ചേച്ചിയുടെ പേര്? ഓക്കെ, ഞാൻ ബുദ്ധിമുട്ടിപ്പിച്ചോ? ഓക്കെ, എപ്പോഴും ഇവിടെ തന്നെയാണോ? എക്സ്ട്രാ തന്നെയാണോ വാങ്ങാറ്? എല്ലായിടത്തും വാങ്ങാറുണ്ട്. അപ്പൊ എന്ത് ചെയ്യാണ് ചേച്ചി ഇപ്പം? ആണോ? അപ്പൊ ഞാനൊരു കുസൃതി ചോദ്യത്തിന്റെ ഭാഗമായിട്ടാ വന്നേ. ചോദ്യം ചോദിച്ചോട്ടെ? ഓക്കെ. വെള്ളത്തിൽ വളർന്നു, വെള്ളം കണ്ടാൽ മരിക്കും. എന്താണ്? വെള്ളത്തിൽ ജനിച്ചു, വെള്ളത്തിൽ വളർന്നു, വെള്ളം കണ്ടാൽ മരിക്കും. വെള്ളത്തിൽ ജനിച്ചു, വെള്ളത്തിൽ തന്നെ വളർന്നു, പക്ഷെ വെള്ളം കണ്ടാൽ മരിക്കും. അറിയില്ല. ചേട്ടനറിയോ? ഒരു കുസൃതി ചോദ്യത്തിന്റെ ഭാഗമായിട്ടാ വന്നേ. വെള്ളത്തിൽ ജനിച്ചു, വെള്ളത്തിൽ വളർന്നു, പക്ഷെ വെള്ളം കണ്ടാൽ മരിക്കും. എല്ലാവർക്കും അത് എല്ലാ ദിവസവും ആവശ്യമാണ്. അവരുടെ പേരെന്താ? വെള്ളത്തിൽ ജനിച്ചു, വെള്ളത്തിൽ എന്താ? വെള്ളത്തിൽ ജനിച്ചു, വെള്ളത്തിൽ വളർന്നു, പക്ഷെ വെള്ളം കണ്ടാ മരിക്കും. കൊതുകല്ല. നമ്മൾ ആലോചിച്ചൊക്കെ വെള്ളത്തിൽ എന്തൊക്കെയാ വരുന്നത്, വെള്ളത്തിലൂടെ നമുക്ക് എന്തൊക്കെ കിട്ടുന്നു. അതെന്തായാലും ആവശ്യമാണ്. ആ, എന്താ വാങ്ങാൻ വന്നേ? അപ്പൊ ആ സാധനം വാങ്ങിയിട്ടുണ്ടോ? അറിയത്തില്ല. ചേച്ചിക്ക് അറിയില്ല? ഒരു ക്ലൂവും കൂടി തന്നാൽ ഇപ്പൊ എന്താണ്? ഇപ്പൊ ചേച്ചി അത് വാങ്ങിയിട്ടുണ്ടോന്ന് ചോദിച്ചാൽ ചേച്ചി വാങ്ങിയിട്ടില്ല. പക്ഷെ ഇവിടൊക്കെ ഉണ്ട് ആൻസർ. കുറച്ചും കൂടി ഒന്ന്. വെള്ളത്തിന് നമുക്ക് കിട്ടുന്ന ഒരു സാധനം, അത് ഏറ്റവും ഉപയോഗമുള്ള ഒരു സാധനം കൂടിയാണ്. അതില്ലെങ്കിൽ നമുക്ക് ബാക്കി പറഞ്ഞ എന്തായാലും ആൻസർ ആവും. അത് ഐസ്ക്രീം അല്ല. ബീച്ചിൽ പോവാറുണ്ടോ? ഓക്കെ. അപ്പൊ ഒന്ന് ആലോചിച്ചൊക്കെ, ബീച്ചിൽ പോവാറുണ്ടോന്ന് ചോദിച്ചാൽ അതിൽ തന്നെ ഉണ്ട് ആൻസർ. യെസ്, കറക്റ്റ് ആൻസർ. ഉപ്പ്. മാർക്കിന്റെ അതൊരു കുട്ടി സമ്മാനം ഉണ്ട്. കൺഗ്രാറ്റുലേഷൻസ്. ഹലോ ചേച്ചി, ഞാൻ സിറ്റി ചാനലിനാണ് വരുന്നത്. ഒരു സൂത്രധാരൻ എന്നുള്ള ഒരു എപ്പിസോഡിന്റെ ഭാഗമായിട്ടാണ്. എന്താ പേര്? ലജിത. എന്താ പേര്? നവ്യ. ഓക്കെ. പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞോ? എപ്പോഴും എക്സ്ട്രീം തന്നെയാണോ വാങ്ങാറ്? അല്ലല്ല, എല്ലാവരും. ഓക്കെ. ഒരു പാട്ടൊക്കെ പാടാൻ പറഞ്ഞാൽ പാടോ? പാട്ട് പാടാൻ ചേച്ചി പാടുമോ ചേച്ചി? ഓക്കെ. ഇപ്പൊ ഒരു കുസൃതി ചോദ്യത്തിന്റെ ഭാഗമായിട്ടാ വന്നേ. അപ്പൊ ചോദിച്ചോട്ടെ? ഓക്കെ. ചോദ്യം വന്നിട്ട് ഒരു സർക്കാർ ജീവനക്കാർക്ക് താല്പര്യമില്ലാത്ത പെൻഷൻ ഏതാ? സസ്പെൻഷൻ. ഓക്കെ, കറക്റ്റ് ആൻസർ. ഒരു ക്ലൂ പോലെ ആവശ്യമൊന്നുമില്ല. ഓക്കെ, കറക്റ്റ് ആൻസർ. ഒരു ചെറിയ സമ്മാനം ഉണ്ട്. എക്സ്ട്രാ ഹൈപ്പർ മാർക്കിന്റെ ഒരു കുട്ടി സമ്മാനം ഉണ്ട്. കൺഗ്രാറ്റുലേഷൻസ്. സൂത്രധാരന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുന്നു. അടുത്ത എപ്പിസോഡുമായി വീണ്ടും കാണാം.